अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവത്തില് ഭരതോൽപത്തി എന്നുള്ള ഭാഗമാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. കൗരവന്മാരുടെ വംശാകരനും സാഹസികനുമായിരിക്കുന്ന ദുഷ്യന്ത മഹാരാജാവ് ഭൂമിയെ മുഴുവൻ അടക്കി ഭരിക്കാനൊക്കെയായിട്ട് തുടങ്ങി. പരാക്രമിയായ ആ രാജാവ് ശത്രുക്കളെല്ലാം മർദ്ദിച്ചുകൊണ്ട് നല്ല ഭരണത്തെയാണ് കാഴ്ചവെച്ചത്. പാപരഹിതമായിരുന്ന ഒരു സാമ്രാജ്യം അദ്ദേഹം സൃഷ്ടിച്ചു. വിശപ്പും രോഗവും ഭീതിയും ഒന്നും അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ഉണ്ടായിരുന്നില്ല. യഥാകാലം മേഘങ്ങളൊക്കെ പെയ്ത് ഭൂമിയെ സസ്യശ്യാമളമാക്കി മാറ്റി. അതിയായ കായിക ബലത്തിൻ്റെയൊക്കെ ഉടമയായിരുന്ന ആ രാജാവ് ഒരിക്കല് വലിയ ഒരു ചതുരംഗപ്പടയോട് കൂടിയിട്ടും അനേകം യോദ്ധാക്കളോടുമൊക്കെ കൂടിയിട്ട് നായാട്ടൊക്കെ നടത്തുവാനായിട്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു. പലതരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയിട്ട് പ്രവേശിച്ച അവര് അട്ടഹാസങ്ങളും ശംഖനാദവും ഭേരീരവങ്ങളും ഒക്കെ കൊണ്ട് ആകാശത്തെ അങ്ങനെ പ്രതിധ്വനിപ്പിച്ചു. ആനപ്പുറത്ത് നിന്നിറങ്ങി രാജാവ് ഗരുഡൻ എന്നതുപോലെ വളരെ വേഗത്തിൽ പായുന്ന രഥത്തിൽ കയറിയിട്ട് യാത്രയൊക്കെ തുടർന്ന് വനത്തിലൂടെ വളരെ വേഗത്തിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നന്ദനോദ്യാനത്തിന് സമമായിരിക്കുന്ന ഒരു കാട്ടില് അദ്ദേഹം എത്തിച്ചേർന്നു. ആ സമതല ഭൂവില് ഘോരമായിരിക്കുന്ന സിംഹങ്ങളും ഹിംസ്രജന്തുക്കളും ഒക്കെ വിഹരിച്ച് നടക്കുന്നതായിട്ടൊക്കെ കണ്ടു. പരിവാരങ്ങൾ അങ്ങനെ കാടിളക്കിയപ്പോൾ ഹിംസ്ര ജന്തുക്കളൊക്കെ അവിടെ വിരണ്ടോടി. രാജാവ് യഥേഷ്ടം മൃഗാവിനോദങ്ങളിൽ മുഴുകി പക്ഷിമൃഗാദികളൊക്കെ അവിടെ കൊന്നൊടുക്കി. ആയിരക്കണക്കിന് മൃഗങ്ങള് രാജകീയമായ ആ നായാട്ടില് ഇരകളായിട്ട് മാറി. അങ്ങനെ ആ മൃഗാവിനോദത്തില് മെയ്മറന്ന് പങ്കുകൊണ്ട രാജാവ് യോദ്ധാക്കളോടൊപ്പം മറ്റൊരു കാട്ടിലേക്ക് അങ്ങനെ പോയപ്പോൾ വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് ക്ഷീണിച്ചു. അങ്ങനെ അദ്ദേഹം
ഏകനായിട്ട് വനാന്തരത്തിലെ ഒരു ശൂന്യ ഭാഗത്തിലേക്ക് എത്തിച്ചേരാനിടയായി. അവിടെ നിന്ന് സഞ്ചരിച്ച അദ്ദേഹം ഒരു പുണ്യ ആശ്രമ സ്ഥാനത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സിന് ആനന്ദം നൽകുന്ന ആ ഒരു പ്രദേശം അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കുളിർമയെ പകർന്നു നൽകി. രാജാവിന്റെ വിയർത്തു കുളിച്ച ആ ശരീരത്തെ ഇളം കാറ്റ് വന്ന് തലോടി. പൂത്ത വനവൃക്ഷങ്ങളാൽ നിബിഡവും പച്ച പുല്ലുകൾ കൊണ്ട് പരവതാനി വിരിച്ചതുമായിരിക്കുന്ന ആ പ്രദേശത്തിന്റെ മനോജ്ഞത പക്ഷികളുടെ ആ മധുനാദത്താൽ വർദ്ധിച്ചു. ലതകള് പുഷ്പങ്ങളുമൊക്കെ ഏന്തിക്കൊണ്ട് കാറ്റില് ചാഞ്ചാടി. എല്ലാ ഋതുഭേദങ്ങളിലും പൂത്ത് കാറ്റിലുലയുന്ന മാമരങ്ങള് ആ രാജർഷിയുടെ ശിരസില് മനോഹരമായിരിക്കുന്ന സുഗന്ധത്തോടു കൂടിയ പൂക്കള് ചൊരിഞ്ഞു. പടർന്ന് കയറിയ കുസുമലതാദികളാൽ നിർമ്മിക്കപ്പെട്ട നികുഞ്ചങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഹ്ലാദം തിരതല്ലി. മന്ദമാരുതന്റെ തലോടല് ഒക്കെ ഏറ്റുകൊണ്ട് മനോഹരമായിരിക്കുന്ന ആ കാനന ഭംഗിയെ നുകർന്നുകൊണ്ട് അദ്ദേഹം നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു ആശ്രമം കണ്ടു. മാമരങ്ങളാൽ ചുറ്റപ്പെട്ട ആശ്രമമൊക്കെ കണ്ടു. അവിടെ അഗ്നിയൊക്കെ ജ്വലിക്കുന്നതും കണ്ടു. അദ്ദേഹം അതിനേക്ക് നമസ്കരിച്ചു. നദീതീരത്തെ യതീന്ദ്രന്മാരായിരിക്കുന്ന ബാലകില്യരും ഇതര മുനിശ്രേഷ്ഠരും അർച്ചന നടത്തുന്ന അഗ്നിവേദികൾ അദ്ദേഹം കണ്ടു. ജലവാഹിനിയായിരിക്കുന്ന ആ നദി, മാലിന്യ നദി സൗമ്യമായിട്ട് ഒഴുകുന്നു. മനോഹരമായിരിക്കുന്ന നദീതീരത്ത് സ്വതന്ത്രമായിട്ട് വിശ്രമിക്കുന്ന സിംഹം, പുലി തുടങ്ങിയ ഹിംസജന്തുക്കളെ കണ്ട് രാജാവ് വിസ്മയം പൂണ്ടു. ദേവലോകാഭമായിരിക്കുന്ന ആ ആശ്രമ ഭൂമിയിലേക്ക് രാജാവ് പ്രവേശിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും മാതാവ് എന്ന നിലയിൽ ശോഭിക്കുന്ന ആ പുണ്യഭൂമിയെ ചുറ്റിയിട്ട് വിശുദ്ധമായ നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ തീരത്തായിക്കൊണ്ട് ഭഗവാൻ കാശ്യപന്റെ ആശ്രമം കണ്ടു. രാജാവ് അങ്ങോട്ട് നടന്നപ്പോൾ മയിലുകള് മതം പൂണ്ടുകൊണ്ട് നൃത്തം വയ്ക്കുന്നതായിട്ട് കണ്ടു. ആ കാശ്യപനെ സന്ദർശിക്കാം എന്ന് നനച്ചുകൊണ്ട് പരിവാരങ്ങളെ വനകവാടത്തിൽ നിർത്തിക്കൊണ്ട് രാജാവ് ആശ്രമവാടിയിലേക്ക് നടന്നു. ബ്രഹ്മലോകാഭമായ ആശ്രമത്തിന് ചുറ്റും നോക്കിക്കൊണ്ട് വിശപ്പും ക്ഷീണവും ഒക്കെ മറന്ന് രാജാവ് ആ കാശ്യപനെ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ വേദാധ്യായികളുടെ ഋഗ്വേദോച്ചാരണം അവിടെ ഉയർന്നു. ചതുർവേദികളായിരിക്കുന്ന ഋഷിശ്രേഷ്ഠന്മാര് മനോഹരമായിരിക്കുന്ന രീതിയിൽ വേദങ്ങൾ ചൊല്ലുന്ന അദ്ദേഹം ശ്രവിച്ചു. അപ്പൊ അങ്ങനെ മന്ത്രസ്വരങ്ങളാൽ ആമഗ്നമായിരിക്കുന്ന വിശുദ്ധ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ താൻ ബ്രഹ്മലോകത്തിലാണോ എത്തിച്ചേർന്നതെന്നൊരു സംശയം അദ്ദേഹത്തിന്, ഒരു പ്രതീതി അദ്ദേഹത്തിനുണ്ടായി. ആശ്രമത്തില് അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ കാശ്യപൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് രാജാവ് ഉറക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ മഹാലക്ഷ്മിയെ പോലെ സുന്ദരിയായിരിക്കുന്ന ഒരു താപസ കന്യകയാണ് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. കരിമീൻ മിഴിയാളായ അവള് രാജാവിന് ഹൃദ്യമായി കൊണ്ട് സ്വാഗതത്തെ ഓതി. ഇരിപ്പിടം നൽകി. അർഘ്യപാദാദികൾ കൊണ്ട് അതിഥി പൂജ നടത്തി. കുശലം ചോദിച്ചു. അവളെ കണ്ട് ആനന്ദ ഭക്തനായ രാജാവ് കാശ്യപനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കണ്വ മഹർഷിയെ പറ്റിയിട്ട് അന്വേഷിച്ചു. അപ്പോൾ കന്യക പറഞ്ഞു, താതൻ പിതാവ് ഫലങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോയിരിക്കുകയാണ്, അല്പസമയം അങ്ങ് കാക്കുക, ഉടനെ തന്നെ എത്തിച്ചേരുന്നത്. അങ്ങനെ കണ്വ മഹർഷിയെയും കാത്തവിടെ ഇരിക്കുന്ന സമയത്ത് രാജാവ് അവളുടെ ആ തേൻമൊഴികളൊക്കെ ശ്രവിച്ചുകൊണ്ട് ആനന്ദാനുഭൂതി കൈക്കൊണ്ട ഒരാളായിട്ട് മാറിയുന്നു. തന്നെ പരിചയപ്പെടുത്തി അങ്ങോട്ട് തരാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുമായിട്ട് സംവാദത്തിലൊക്കെ ഏർപ്പെട്ടു. അവളെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ഔത്സുക്യമൊക്കെ അദ്ദേഹം കാട്ടി. ചോദിച്ചു, ആരാണ് ഭഗവതി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവള് മൃദുസ്മിതത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഞാന് കണ്വ മഹർഷിയുടെ മകളാണ് എന്ന് അറിയുക. ഇത് കേട്ടപ്പോൾ രാജാവിന് അത്ഭുതമായിരുന്നു. കാരണം ഭഗവാൻ കണ്ണൻ
വിശ്വപൂജിതനായിരിക്കുന്ന ഊർദ്ധരേതസ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാജാവ് പറയുകയാണ്, അതായത് അദ്ദേഹം നിത്യബ്രഹ്മചാരിയാണ്. അപ്പൊ ധർമ്മരാജാവിന് പോലും ധർമ്മത്തിന് ചിലപ്പോൾ ഭ്രംശമൊക്കെ വന്നേക്കാം. പക്ഷേ കഠിന തപസ്സാചരിക്കുന്ന കണ്വമഹർഷിക്ക് അങ്ങനെ ഒരിളക്കം വരുമെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ മുനിശ്രേഷ്ഠന്റെ പുത്രി എന്ന ഭവതി പറയുന്നത് എപ്രകാരത്തിലാണ് എന്ന് അവിടെ രാജാവ് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഭരതോൽപ്പത്തിയില് ദുഷ്യന്തൻ നായാട്ട് നടത്തുന്നതും കണ്വാശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും ശകുന്തളയെ കാണുന്നതും സംവാദത്തിൽ ഏർപ്പെടുന്നതും വരെയുള്ള കാര്യങ്ങളാണ് അനുസ്മരിച്ചത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.